ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞ് KSU പ്രവർത്തകർ ശക്തമായി പരിക്കേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു ശബ്ദ കോലാഹലമായി ഇങ്ങനെ നടക്കുമ്പോൾ ആരും കാണാതെ കേരള രാഷ്ട്രീയത്തിൽ ഒരു സെൽഫ് ഗോൾ. ആരാണ് ആ ഗോൾ അടിച്ചത്? ഗോൾ കീപ്പർ കാണാതെ, മറ്റ് കളിക്കാർ കാണാതെ, സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പൊ എവിടെ നിന്നാണ് ഈ ആശാൻ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. രാഹുൽ വന്നിട്ട് പറയാ, ആരോഗ്യമന്ത്രി വീണ ജോർജ് കാണിച്ചതൊരു നാടകമല്ലേ? ആ രോഗിക്കെടുത്ത വേദനയിലും വലിയ വേദനയാണോ വനിതാ മന്ത്രി എന്ന് നിങ്ങൾ പറയുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്ന് എടുത്തതെന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാണ് ഇതൊക്കെ ചോദിക്കാൻ? അതിജീവിതമാരെ സൈക്കോപാത്തായ നിങ്ങൾ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കി അവരെ അബോഷനിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോയി അതിനെ കൊണ്ട് നിങ്ങൾ മാക്സിമം പണം തട്ടിയെടുത്ത് എന്നിട്ട് നിങ്ങൾ അതിൽ ശക്തമായി ഇങ്ങനെ ഒരു വല്ലാത്ത സുഖം അനുഭവിച്ച് ഈ നാട്ടിലെ മനുഷ്യർക്ക് മുഴുവനും ഇപ്പോഴും പിടികിട്ടാത്തത് എന്തൊക്കെയോ ചെയ്തു കൂട്ടി കോടതിയും വലിയ രീതിയിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച കേസുകളുടെ ഉടമയായ 1, 2, 3, 4 എന്നിങ്ങനെ എണ്ണി പറയാൻ പറ്റുന്ന രീതിയിൽ ബലാത്സംഗം ചെയ്ത ഒരു കേസിലെ പ്രതിയാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ വന്ന് ഏത് സ്ത്രീക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്? നിങ്ങൾക്ക് നാണമാവില്ലേ രാഹുലെ? ഇങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പല പ്രാവശ്യം സോഷ്യൽ മീഡിയ മുഖ്യധാരാ മാധ്യമങ്ങൾ അളന്നതാണ് നിങ്ങളുടെ തൊലിക്കട്ടിയെ. കാണ്ടാമൃഗത്തിന്റെ പേര് നിങ്ങളുടെ പേരിന് കൂട്ടിച്ചേർത്താൽ കാണ്ടാമൃഗം പോലും മുഖം താഴ്ത്തി പോകുമെന്ന് പലതവണ തോന്നിയിട്ടുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വന്നിട്ട് കത്രിക വയറ്റിൽ കുടുങ്ങിയ ഒരു രോഗിയെക്കുറിച്ച് ഇങ്ങനെ വേദന പങ്കുവെക്കുന്നത് കാണുമ്പോൾ ഈ നാട്ടിലെ അതിജീവിതമാരുടെ അടക്കി വെച്ചിരിക്കുന്ന ശബ്ദത്തെക്കുറിച്ചാണ് ഓർത്തു പോവുക, അവരുടെ വേദനയെക്കുറിച്ചാണ് ഓർത്തു പോവുക. അവരുടെ മേൽ ഒരു അതിശക്തനായ സൈക്കോപാത്തായിട്ടുള്ള ഒരാൾ വന്നിട്ട് കാണിച്ചു കൂട്ടിയ വാട്സപ്പ് സന്ദേശങ്ങൾ, വോയിസുകൾ, ചാറ്റുകൾ ഈ സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ വിസ്താരത്തിന് വേണ്ടി വന്നത്. ഇതൊക്കെയാണ് ചിന്തിച്ചു പോകുന്നത്. ഇതാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ തനി ജനിസ് എന്നുള്ളതാണ്. വലിയ രീതിയിൽ ഇങ്ങനെ ആരോഗ്യമന്ത്രിയുടെ വിഷയം കത്തി നിൽക്കുമ്പോൾ അതിനിടയിലൂടെ വന്ന് ഒന്നും നടന്നിട്ടില്ലാത്ത പോലെ വന്നൊരു ഗോൾ രാഹുൽ വക. അങ്ങനെയായിരുന്നല്ലോ 10-15 ദിവസം കോടതിയെയും പോലീസിനെയും ഒക്കെ കണ്ണുവെട്ടിച്ച് മംഗളൂരുവിലും അന്യ സംസ്ഥാനത്തുമൊക്കെ കറങ്ങി നടന്ന് പിടികിട്ടാപ്പുള്ളിയുടെ പരിവേഷം ചാർത്തിപ്പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ചായക്കടയിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് മാധ്യമപ്രവർത്തകരുടെ മൈക്കിന് മുമ്പിൽ നിന്ന് സിമ്പിളായി ചായ കുടിക്കുന്ന തൊലുക്കട്ടിയുള്ള രാഹുൽ ഇന്ന് കഴിഞ്ഞതെല്ലാം മറന്നിട്ട് വന്ന് ഇങ്ങനെ ഇരകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കാണുമ്പോൾ വല്ലാതെ അപലപിച്ചു പോവുകയാണ് എന്നുള്ളതാണ്.